ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് നമ്മളിവിടെ പുൽക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് അലങ്കരിക്കാനായിട്ട് പോവുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്തായാലും ക്രിസ്മസ് ട്രീക്കും പിന്നെ നമ്മുടെ പുൽക്കൂടിനും ഒക്കെ വേണ്ടി ഒരുക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ഇവിടെ പട്ടി ഭയങ്കര കുഴച്ചിലാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനങ്ങൾ. നോക്കൂ നോക്കൂ നോക്കൂ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ബോൾസ് വാങ്ങിച്ചു. പിന്നെ ബലൂണ്, പിന്നെ കാർഡ് അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഉണ്ണിയേശു ബാക്കി ഫാമിലി എല്ലാം നമ്മുടെ കയ്യിൽ കഴിഞ്ഞ വർഷത്തെ എല്ലാം ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതെല്ലാം അമ്മ ഉണ്ടാക്കിയതാണ്. എവിടെ കുറേ ഇരിപ്പുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയ സ്റ്റാറെല്ലാം പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ആ കവറ് നമുക്ക് വേണം, അല്ലെങ്കിൽ ക്രിസ്മസ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് കൂട്ടിയിറക്കി വെക്കണ്ടേ. അപ്പോൾ നമ്മുടെ ട്രീ തുറക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ കവറ് പതുക്കെ ഇങ്ങനെ നീക്കുകയാണ്. അപ്പോഴത്തേക്കും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിടർന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചിയും കൂടെ ട്രീൻ്റെ ആ ഒരു ഇതള് പോലത്തെ സാധനമില്ലേ അതൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉമ്മ കൊടുത്ത്. എനിക്ക് സന്തോഷം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയൊക്കെ കാര്യമൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ട്രീ ഒക്കെ വാങ്ങിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ സന്തോഷത്തിൽ അച്ചാച്ചിക്ക് ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ അച്ചാച്ചി പകുതി കുറച്ച് ഇങ്ങനെ വിടർത്തിയിട്ടുണ്ടായിരുന്നു, ബാക്കി പകുതി അച്ഛൻ തന്നെ വിടർത്തി. ഞാൻ തൊട്ടാൽ പിന്നെ അത് കുരുക്കാവും. ഒരു രണ്ടെണ്ണമൊക്കെ അടിയിൽ ഞാൻ ഒക്കെ പിരിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂടെ സഹായിക്കാൻ വന്ന ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പെറ്റാണ്, പെറ്റ്. അപ്പോൾ ഇതിൻ്റെ പേര് അപ്പു എന്നാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് തന്നെയാണ്. ഇച്ചിരി കുറുമ്പ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ട്രീ കുറേ നമ്മൾ ഇങ്ങനെ വിടർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ പരിപാടി വരുന്നത്. ഇനി നമ്മുടെ ട്രീ അലങ്കരിക്കാനായിട്ട് പോവാണ്. അലങ്കോലമാക്കാനല്ല, അലങ്കരിക്കാൻ പോവാണ്. കണ്ടില്ലേ എൻ്റെ ആ മുഖത്തെ സന്തോഷം? എവറസ്റ്റ് കീഴടക്കിയ പോലാണ് എൻ്റെ സന്തോഷം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വിടർത്തിയെടുത്തു. ആദ്യം ഒരു മനയില്ലാത്ത പോലെ തോന്നി. അപ്പോൾ അച്ഛൻ ഞാൻ പിന്നെ ഉമ്മ കൊടുത്തു. അച്ഛൻ എനിക്ക് തിരിച്ചു തന്നു. അപ്പോൾ ഞാൻ തന്നെ അലങ്കരിക്കാൻ പോവാണ്, അലങ്കോലമാക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അലങ്കരിച്ച് തുടങ്ങാം. അപ്പോൾ ഇത് നമ്മുടെ കാർഡ്സാണ്. ആദ്യം നമ്മൾ ഇങ്ങനെ കുറച്ച് ബോൾസ് ഉണ്ടല്ലോ അതൊക്കെ ആദ്യം തൂക്കിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പോയിട്ട് കിടന്നുറങ്ങും. എന്നിട്ട് അച്ഛൻ ഈ ട്രീ എല്ലാം മൊത്തത്തിൽ സെറ്റ് ചെയ്യണം. അപ്പം എന്നെ കണ്ണ് പൊത്തിക്കൊണ്ട് വിഷുക്കണി കാണിക്കാൻ വരുന്ന പോലെയാണ്. ക്രിസ്മസ് കണി. പേടിച്ചു. എൻ്റെ മാമൻ എന്നോട് വിളിച്ചു പറഞ്ഞു കരോള് വരുന്നുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് ആ കൊട്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അപ്പോൾ നമ്മുടെ ട്രീയും ഒക്കെ അലങ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് തന്നെ ആയിരുന്നു നമ്മുടെ ക്രിസ്മസ് പാപ്പ വന്നിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ തന്നെയുള്ള ചേട്ടന്മാർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കരോളാണ് ഇത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പാപ്പയൊക്കെ വന്ന് തുള്ളി നമ്മൾ പൈസയൊക്കെ കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ല കോമഡിയായിരുന്നു. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്യാനാണ്. അതിന് മുന്നേ നമ്മുടെ ട്രീയുടെ ഭംഗിയൊന്ന് ആസ്വദിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് തകൃതിയായിട്ട് പാടുന്ന പാട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറി 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 ക്രിസ്മസ്, മെറി 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 ക്രിസ്മസ്, ആ പാട്ടാണ് പാടുന്നത്. ബാക്കി വരി അറിഞ്ഞൂടാ. അപ്പോഴത്തേക്കും നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ആ കാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ അപ്പുക്കുട്ടൻ നമ്മുടെ പുൽക്കൂടിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. ഉണ്ണിയപ്പൂ. അപ്പോൾ അവൻ കയറിയിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ അവനെ ഇറക്കി വിട്ടു.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കണ്ണിലൊക്കെ കണ്ണാടിയൊക്കെ വെച്ചു. അപ്പോൾ ഈ കണ്ണാടിക്ക് ഗ്ലാസ് ഒന്നുമില്ല, നല്ല രസമുണ്ട് കണ്ണാടി കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്നോമാനും ഒക്കെ ഉള്ള കണ്ണാടിയാണ്. അപ്പോൾ അടുത്തതായി നമ്മൾ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ പുൽക്കൂട് സെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്, അപ്പോൾ മോശമാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനാണെങ്കിൽ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് മാമൻ്റെ കയ്യിൽ മറ്റേ ആ ഒരു സ്വിച്ചിൻ്റെയൊക്കെ സാധനമൊക്കെ കൊടുക്കുമായിരുന്നു. എല്ലാത്തിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെയും പോയി ഞാൻ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തു. മൊത്തം സെറ്റ് ചെയ്തത് ഞാനല്ല, അതിൻ്റെ ഇടയ്ക്കൂടെ അമ്മ പുൽക്കൂടിൻ്റെ അകത്തു നിന്നൊക്കെ കയറി അകത്തല്ല ഇടയ്ക്കൂടൊക്കെ ഫോൺ കയറ്റി വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോൺ എടുത്ത് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് നല്ലില്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛനുണ്ടാക്കിയ സ്റ്റാർ. അപ്പം ഇത് നമ്മുടെ മറ്റേ മുളയുടെ ഒരു കമ്പുണ്ടല്ലോ, അത് വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല രസമില്ലേ, താഴക്കാൻ വേണ്ടി ആ മറക്കരുത് ഇഷ്ടപ്പെട്ട. അപ്പം മാമനൊക്കെ അവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാണ്, അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വീട്ടുണ്ടാക്കാൻ പോയതാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു, അമ്മ പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞു അതൊന്നും വേണ്ടത്, അതൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മാമനാണ് ആ ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഓണാക്കി അച്ഛൻ അതിൻ്റെ അകത്തായ രൂപങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ഇത് നമ്മുടെ മുളക്കമ്പ് വെച്ചിട്ടുള്ള സ്റ്റാർ നമ്മൾ തോരണമൊക്കെ വെച്ച് സെറ്റ് ചെയ്യായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പേപ്പർ സ്റ്റാർ ഇങ്ങനെ കെട്ടി അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയും നമ്മുടെ പുൽക്കൂടിൻ്റെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ. നമ്മുടെ പുൽക്കൂട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഉണ്ണീഷിനൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണീഷിൻ്റെ ഫാമിലി ആട്ടുംകുട്ടിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ക്രിസ്മസ് ട്രീ. അപ്പോൾ നമ്മൾ പറ്റുന്ന വിധത്തിൽ നമ്മൾ അലങ്കാര പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ സ്റ്റാർ ഒഴികെ ബാക്കി എല്ലാ സ്റ്റാറും നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ എനിക്ക് നമ്മൾ ഇത്രയും വർഷം ഉണ്ടാക്കിയാലും, ഇത്രയും വർഷമല്ല കഴിഞ്ഞ വർഷമാണ് ശരിക്കും നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പ്രാവശ്യം ഉണ്ടാക്കിയ പുൽക്കൂടായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ പുൽക്കൂട് ആ ഒരു കൂടായിട്ട് സെറ്റ് ചെയ്തത് അച്ഛനാണ്. പിന്നെ നമ്മുടെ പുല്ലൊക്കെ സെറ്റ് ചെയ്തത് ഞാനാണ്. പിന്നെ ഈ ലൈറ്റ് സെറ്റ് ചെയ്ത് അതൊക്കെ സെറ്റ് ചെയ്തത് മാമനാണ്. പിന്നെ ഈ തോരണം സെറ്റ് ചെയ്തത് അതൊക്കെ അമ്മയാണ്. പിന്നെ ഈ നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ ഫാമിലി എല്ലാവരെയും ആട്ടിടേനെ, പിന്നെ എല്ലാവരെയും നമ്മുടെ മാതാവിനെ എല്ലാവരും സെറ്റ് ചെയ്ത അച്ഛനും അമ്മയും മാമനും കൂടെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കൈ കടത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇടിഞ്ഞു പോളി ഇതാഴെ ഞാൻ ഇതിൻ്റെ അകത്ത് കൈ കടത്തി. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ അലങ്കാരപ്പണികളും ഒക്കെ നമ്മൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ മേക്കിങ് നമ്മൾ അടുത്ത ദിവസം സെറ്റ് ചെയ്തിടുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഞാനെടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.